മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിനകത്ത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കേണ്ട, പലരും തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള വളരെ വിശേഷപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒരു സെക്കൻഡ് പോലും മിസ്സാവാതെ വളരെ ക്ഷമയോടെ നിങ്ങൾ ഫുൾ ഇത് കാണണം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തെ ഏത് ക്വസ്റ്റ്യനും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് പോസിബിൾ മെത്തേഡിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ, ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും. നോക്കൂ, ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് ഇൻ ടു ടൈം. ഇത് അൺകണ്ടീഷണലാണ്. എല്ലാ കേസസിലും അത് ശരി മാത്രമാണ്. ഓക്കെ. പിന്നെ അടുത്തത്, ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനുണ്ടാവുക. ഒന്ന്, ആ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ എന്ത് കിട്ടും. രണ്ടാമത്തത്, ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും. നമ്മൾ ഈ മെക്കാനിക്സിൽ പറയുന്ന ഗ്രാഫിലൊക്കെ ആദ്യം പറയുന്ന ക്വാണ്ടിറ്റി വൈ ആക്സിസിലും രണ്ടാമത് പറയുന്ന ക്വാണ്ടിറ്റി എക്സ് ആക്സിസിലുമാണ് പ്ലോട്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെലോസിറ്റി ടൈം ഗ്രാഫ് പറഞ്ഞാൽ വെലോസിറ്റി അലോങ് ദ വൈ ആക്സിസ്, ടൈം അലോങ് ദി എക്സ് ആക്സിസ്. പൊസിഷൻ ടൈം ഗ്രാഫ് മീൻസ് പൊസിഷൻ അലോങ് ദ വൈ ആക്സിസ്, time along the x-axis. Force time graph means force along the y-axis, time along the x-axis. Okay. Now force displacement graph, force along the y-axis, displacement along the x-axis. Okay. അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഏരിയ കണ്ടാൽ എന്ത് കിട്ടും. ഏരിയ കണ്ടാൽ കിട്ടുന്നത് y ഇൻറ്റു എക്സ് ആ, ക്വാണ്ടിറ്റി അലോങ് ദ വൈ ആക്സിസ് ഇൻറ്റു ക്വാണ്ടിറ്റി അലോങ് ദി എക്സ് ആക്സിസ്. ഇപ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്, ഏരിയ കണ്ടു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് ഡൺ കിട്ടും, ഓർ യു വിൽ ഗെറ്റ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഫോഴ്സ് ടൈം ഗ്രാഫ്, യു വിൽ ഗെറ്റ് ദ ഇമ്പൾസ് ഓർ ദ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം. പിന്നെ അടുത്തത്, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും. സ്ലോപ്പ് കണ്ടാൽ കിട്ടുന്നത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നാണ്. ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ stands for change in the quantity along y-axis by change in the quantity along x-axis. Momentum time graph, momentum along y-axis, time along x-axis. So slope of the momentum time graph will represent change in the quantity along y-axis parna change in momentum divided by change in the quantity along x-axis parna change in time. Okay, so change in momentum divided by change in time, that is the force. Okay, position time graph, slope represents change in position by change in time. Okay, that is the velocity. Now see, slope of a graph is the tangent of the angle made by the graph with the x-axis. X-axis ആയിട്ട് ഈ ഗ്രാഫ് ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ടാൻജൻറ്റ് ഫംഗ്ഷൻ ടാൻ തീറ്റ, അതാണ് സ്ലോപ്പ്. തീറ്റ കൂടുമ്പോൾ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഒക്കെ കുറയും. കോസ് തീറ്റ കുറയും, കൊസീക്കൻ തീറ്റ കുറയും, കോട്ട് തീറ്റ കുറയും സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം തീറ്റ കൂടുമ്പോൾ കൂടും. സൈൻ തീറ്റ കൂടും, സീക്കൻ തീറ്റ കൂടും, ടാൻ തീറ്റ കൂടും. ഓൾ ദീസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്, 0 to 90 ഡിഗ്രിയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയാം, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാ. തീറ്റ കൂടുമ്പോൾ സ്ലോപ്പ് കൂടും. അപ്പോൾ നോക്കൂ, ഇതൊരു ഗ്രാഫാണ്. ഇത് ഈ ഗ്രാഫ് ഉണ്ടല്ലോ, ഇത് ദേ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ ചെയ്യുന്നത്, ആംഗിൾ തീറ്റ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ തീറ്റ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, ടാൻ തീറ്റ കൂടും. സോ ദാറ്റ് ഈസ് എ ഗ്രാഫ് വിത്ത് ഇൻക്രീസിങ് സ്ലോപ്പ്. സപ്പോസ് ദിസ് ഈസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ്. അതിൻ്റെ സ്ലോപ്പ് എന്താ തരിക, ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. ഇഫ് ദിസ് ഈസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ്, ഇറ്റ്സ് എ സ്ലോപ്പ് റെപ്രസെൻറ്റ്സ് വെലോസിറ്റി. ആ സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കുക, അതായത് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുക, മീൻസ് ഇറ്റ് ഈസ് ആക്സലറേറ്റിംഗ്. ഇവിടെ നോക്കൂ, ഇനീഷ്യലി ഇത് ഇത്രയും ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ കുറഞ്ഞ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ബിക്കംസ് പാരലൽ ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആവും. തുടക്കത്തിൽ നല്ല ആംഗിൾ ഉണ്ട്. അപ്പോൾ ആംഗിൾ തീറ്റ കുറയാണ്. തീറ്റ കുറയുമ്പോൾ ടാൻ തീറ്റ കുറയും, സ്ലോപ്പ് കുറയും. ഇഫ് ഇറ്റ് റെപ്രസെൻറ്റ്സ് പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ലോപ്പ് റെപ്രസെൻറ്റ്സ് വെലോസിറ്റി. അപ്പോൾ സ്ലോപ്പ് കുറയുമെന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറയും, പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡീസിലറേറ്റിംഗ്. ഓക്കെ. നൗ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പം എന്താണ്, ദിസ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ. ഇറ്റ് ഓൾവേസ് മേക്സ് എ കോൺസ്റ്റന്റ് ആംഗിൾ വിത്ത് ദ എക്സ് ആക്സിസ്. ഓക്കെ. ഇവിടെ എന്താ, ഇവിടെ സ്ലോപ്പ് നമുക്ക് എന്താ പറയാം, ഹിയർ ദ സ്ലോപ്പ് ഈക്വൽ ടു 0.
ഓക്കെ, ദിസ് ഈസ് സീറോ സ്ലോപ്പ്. ആ സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എന്താ, ഇവിടെ പോസിറ്റീവ് സ്ലോപ്പാണ്, പോസിറ്റീവ് സ്ലോപ്പ് മാത്രമല്ല ആ സ്ലോപ്പും കോൺസ്റ്റൻ്റാണ്. സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണ് പറഞ്ഞാൽ നോക്കൂ, ഇവിടുത്തെ സ്ലോപ്പും ഇവിടുത്തെ സ്ലോപ്പും ഇവിടുത്തെ സ്ലോപ്പും ഒക്കെ സീറോയാ. അതേപോലെ ഇവിടുത്തെ സ്ലോപ്പും ഇവിടുത്തെ സ്ലോപ്പും ഇവിടുത്തെ സ്ലോപ്പും ഇവിടുത്തെ സ്ലോപ്പും ഒക്കെ സെയിമാ, കോൺസ്റ്റൻ്റാ, അത് പോസിറ്റീവാ. ഇവിടെ നോക്കൂ, കോൺസ്റ്റൻ്റ് ആണ് സ്ലോപ്പ്, പക്ഷെ അത് നെഗറ്റീവാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് വളരെ നിർബന്ധമായിട്ട് അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ നമ്മളുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ v = u + at, s = ut + ½ at², v² = u² + 2as നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഫെമിലിയറാണ്. പിന്നെ s വിത്ത് സഫിക്സ് n = u + a/2 × 2n - 1. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ്. ഓക്കെ, ഇവിടെ എല്ലാത്തിലും നിങ്ങൾ നോക്കണം, ഈ എസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്, നോട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ആവണമെന്നില്ല. ഇനി ഇഫ് എ ബോഡി ഈസ് മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എലോങ് ദ സെയിം ഡിറക്ഷൻ, അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആവും. പക്ഷേ ആ ഇക്വേഷൻ ഈസ് ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെയും എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഓൾ ദീസ് ഇക്വേഷൻസ് ക്യാൻ ബി അപ്ലൈഡ്. എല്ലായിടത്തും ചാടിക്കയറി അപ്ലൈ ചെയ്യരുത്. ഓൺലി വെൻ ദ ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ മാത്രമേ പറ്റൂ, അല്ലാത്തപ്പോൾ പറ്റില്ല. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് s = ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം, v ആവറേജ് ഇൻറ്റു ടൈം അൺകണ്ടീഷണലാ. എപ്പോഴും ഏത് സിറ്റുവേഷനിലും ശരി മാത്രമാണത്. ഓക്കെ, പക്ഷേ ഇതിനകത്ത് എന്താണെന്നറിയോ, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർമുല ഇതാണ്. ആവറേജ് വെലോസിറ്റി = u + v/2. ഓക്കെ, ആവറേജ് വെലോസിറ്റി = u + v/2. ഇത് ഈ മേലെയുള്ള സാധനം ഉണ്ടല്ലോ, ഇത് അൺകണ്ടീഷണലാ, എപ്പോഴും ശരിയാ. പക്ഷേ ഇതുണ്ടല്ലോ, ആവറേജ് വെലോസിറ്റി = u + v/2, അത് കാണാൻ വളരെ എളുപ്പമാണ്, ആവറേജ് വെലോസിറ്റി കാണാൻ. പക്ഷേ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ദ ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലായിടത്തും ആക്സിലറേഷൻ കോൺസ്റ്റന്റാ. ഇൻ മോസ്റ്റ് ഓഫ് ദി സിറ്റുവേഷൻസ് ആക്സിലറേഷൻ വേരിയബിൾ ആയിട്ടുള്ളത് വളരെ അപൂർവമായിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താ, ഇതെപ്പോഴും കറക്റ്റ് അൺകണ്ടീഷണലാണ്. ദിസ് ഈസ് ട്രൂ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫോർമുല ഇത്. ഇറ്റ്സ് ട്രൂ ഓൺലി വെൻ ദ ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി വെൻ എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ചസ് ഈക്വലി ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഇവിടെ നോക്കൂ, ഫസ്റ്റ് റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു ടി സമയം കഴിഞ്ഞപ്പോൾ വെലോസിറ്റി v കൂടി, ഇനിയൊരു ടി കഴിഞ്ഞപ്പോൾ വീണ്ടും v കൂടി 2v ആയി, ഇനിയൊരു ടി കഴിയുമ്പോൾ വീണ്ടും v കൂടി 3v ആയി. ദാറ്റ് ടി ക്യാൻ ബി എനി ടൈം ഇൻ്റർവൽ, പക്ഷേ ഈക്വൽ ആവണം. ടി കണ്ട. അതുപോലെ ദാറ്റ് v ഇൻക്രീസ് ഇൻ വെലോസിറ്റി ഡ്യൂറിങ് ദ ഇൻ്റർവൽ ടി ക്യാൻ ബി എനിത്തിങ്. പക്ഷേ ആ ഈക്വൽ ടൈമിൽ ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റാ. അവിടെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ആവറേജ് വെലോസിറ്റി = ഇനീഷ്യൽ + ഫൈനൽ / 2 ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇനീഷ്യൽ 0 ആണ്, ഫൈനൽ v ആണ്. അപ്പോൾ ആവറേജ് എത്രയാണ്, 0 + v/2 പറഞ്ഞാൽ v/2. ഓക്കെ, ടൈം എത്രയാണ്, t. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, v/2 ഇൻറ്റു t. ഇവിടെ എത്രയാണ്, ഇവിടെ v + 2v 3v/2 ഇൻറ്റു ടൈം എത്രയാണ്, t. അപ്പോൾ ഇവിടെ vt/2, ഇവിടെ 3vt/2. ഈ vt/2 s ആണെങ്കിൽ ഇവിടെ എന്താ വരിക, 3vt/2 പറഞ്ഞാൽ 3s വരും. ഇവിടെ നോക്കുക, 2v + 3v 5v/2, അതാണ് ആവറേജ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് 5v/2 ഇൻറ്റു t. ഇത് vt/2, അത് s. ഇത് 3vt/2 3s. ഇത് 5vt/2 5s. ആ v ക്യാൻ ബി എനിത്തിങ്, t ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, ആക്സിലറേറ്റഡ് മോഷനിൽ ഇതാണ് ഉണ്ടാവുക. പ്രൊവൈഡഡ് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്സ് വിൽ ബി ഇൻ ദ റേഷ്യോ 1:3:5:7. പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്നോ, ദ സെയിം തിങ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ റിവേഴ്സ് ഓർഡർ ഓൾസോ. ഇവിടെ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ 1:3:5:7. When a body comes to rest with uniform deceleration, ratio of displacements will be 7:5:3:1. ആ വെലോസിറ്റി 0 ആവണം, എൻഡിൽ 1 ആവണം.
ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, സേ സപ്പോസ് എ ബോഡി കംസ് ടു റെസ്റ്റ് വിത്ത് യൂണിഫോം ഡീസിലറേഷൻ. ഓക്കെ, ഇവിടെ വെലോസിറ്റി യു ആണ്. യു ഒരു ടി ഇന്റർവൽ എത്രയാവാം? ടി സമയം കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി 1/4 കുറഞ്ഞു. ഒരു ടി ടൈമിൽ 1/4 കുറഞ്ഞു. അപ്പൊ അടുത്ത ടിയിലും 1/4 കുറയണം, അടുത്ത ടിയിലും 1/4 കുറയണം, അടുത്ത ടിയിലും 1/4 കുറയണം. കാരണം വെലോസിറ്റി ഷുഡ് ചേഞ്ച് ഈക്വലി ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അതാണ് ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് ടി ടൈം എത്രയാണെന്ന് നമുക്കറിയില്ല, എത്രയായാലും കുഴപ്പമില്ല. ഫസ്റ്റ് നോക്കൂ, u/4 കുറയാനെടുത്ത അതേ സമയം തന്നെ അടുത്ത u/4 കുറയാനും എടുക്കണം. ഇനി ഒരു ടി കൂടെ കഴിഞ്ഞപ്പോൾ ഒരു u/4 കൂടെ കുറഞ്ഞു, u/2 ആയി. ഇനി ഒരു ടി കഴിയുമ്പോഴെന്താ, ഒരു u/4 കൂടെ കുറഞ്ഞ് u/4 ആയി. ഇനി ഒരു ടി കൂടെ കഴിയുമ്പോഴെന്താ, അവസാനത്തെ u/4 കുറഞ്ഞ് 0-ലെത്തും. ഓക്കെ, അപ്പൊ അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്താ, ഇവിടുന്ന് 0 എൻഡിൽ നിന്ന് തുടങ്ങാം, S 3s 5s 7s അങ്ങനെ വരും. നമ്മൾ ഈ അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ റേഷ്യോ എന്താ, നമ്മൾ ഈ 0 എൻഡിൽ നിന്ന് തുടങ്ങണം, S 3s 5s 7s അങ്ങനെ വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ലാസ്റ്റ് എക്സാമിന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. സി, എ ബോഡി ഈസ് ഫയർഡ് ഇൻ ടു എ ഫിക്സ്ഡ് വുഡൻ ബ്ലോക്ക്. Okay, it just comes to rest at the end of the block. Its velocity falls to u/3, 1/3 of its initial velocity after penetrating 24 centimeter. Okay, and it just when it just come out of the block, it is at rest. Okay, അതായത് ഇവിടുന്ന് പുറപ്പെട്ടു, മറ്റേ എൻഡിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 ആയി. വെലോസിറ്റി 1/3 ആയി കുറഞ്ഞപ്പോഴേക്ക് 24 സെന്റിമീറ്റർ പെനിട്രേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ തിക്നെസ് ഓഫ് ദ ബ്ലോക്ക് എന്നായിരുന്നു ചോദ്യം. 2023 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാ പറയുന്നത്. സി, ഇവിടെ നോക്ക്, ഇനി എന്താണോ, ഇവിടെ u/3 ആണെങ്കിൽ ഇനി ഒരു u/3 ആണ് കുറയാനുള്ളത്. ഒരു u/3 കുറയാനുണ്ട്. അപ്പൊ അതിന് മുമ്പ് എത്ര u/3 കുറഞ്ഞിട്ടുണ്ടാവും? ഹൗ മെനി u/3s വിൽ ബി ദർ ഇൻ u? 3. ദർ വിൽ ബി 3 ഇന്റർവൽസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈമില് ടിയിൽ ഒരു u/3 കുറഞ്ഞു, പിന്നൊരു u/3 കുറഞ്ഞു, പിന്നൊരു u/3 കുറഞ്ഞു, റെസ്റ്റിലായി. അപ്പൊ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്സ് എന്താ, 1:3:5. അതിൽ ഈ u/3 ആകുമ്പോഴേക്ക് ഇതാണ് അവർ 24 എന്ന് പറഞ്ഞത്, 24. ഓക്കെ, അതെന്താ 5 + 3 പറഞ്ഞാൽ 8 പാർട്ട്, 8 പാർട്ട് 24 ആ. അപ്പൊ ഒരു പാർട്ട് എത്രയാ, 24/8, അതായത് 3. അപ്പൊ ഇത് എത്രയാ വരിക, ദിസ് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് 3 എന്ന് വരും. ഓക്കെ, ഇത് 3. ചോദ്യം എന്താണെന്നറിയോ, വാട്ട് ഈസ് ദ തിക്നെസ് ഓഫ് ദ ബ്ലോക്ക്? അതെത്രയാ, 24 + 3 27. ഒന്നും ചെയ്യാനില്ല, കാൽക്കുലേഷൻ ഒന്നും ചെയ്യണ്ട, നിങ്ങളുടെ സമയം ഒന്നും നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട, കാര്യം അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ഇത് ഒരു ഇടിവെട്ട് ചോദ്യമാണ്, നിങ്ങൾ കേട്ടോളൂ. സി, ദർ ഈസ് എ ബ്രിഡ്ജ് ഓഫ് ലെങ്ത് 1 kilometer. ഓക്കെ, എ ട്രെയിൻ enters the bridge, okay, with a speed, say ഇവിടെ എൻ്റർ ചെയ്യുന്ന സ്പീഡ് നോക്കൂ, u = 54 km/h. ബ്രിഡ്ജിൽ എൻ്റർ ചെയ്യുന്ന സ്പീഡ്. ഇറ്റ് മൂവ്സ് വിത്ത് യൂണിഫോം ഡീസിലറേഷൻ ആൻഡ് ലീവ്സ് ദ ബ്രിഡ്ജ് വിത്ത് എ സ്പീഡ് v = നമുക്കത് തിരിച്ചിടാം, 45 km/h. See how long it will take to cross the bridge. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ എത്ര സമയമെടുക്കും? ഓക്കെ, അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടില്ല. ഓക്കെ, അതിൽ ഈ ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങനെ വരിക, അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ട്രെയിന് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയാം. ഓക്കെ, ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് എത്തണം. അപ്പൊ ഈ സിറ്റുവേഷനിൽ നിന്ന് ഈ സിറ്റുവേഷനിലേക്ക് വരാനെടുക്കുന്ന സമയമാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ, അപ്പോ നിങ്ങൾ സപ്പോസ് യു അപ്ലൈ ദിസ്, നോക്കൂ, ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ദ എൻഡ് എ എന്നുള്ള പോയിന്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ എ എന്നുള്ള പോയിന്റ് എത്ര ട്രാവൽ ചെയ്യണം നോക്കൂ, ഇവിടുന്ന് ഇവിടം വരെ 1 kilometer, അവിടെ നിന്ന് ഇങ്ങോട്ട് 100 meter. ഈ 1 kilometerന് 1000 meter എന്ന് പറയാം, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 100 meter. അപ്പൊ മൊത്തം നിങ്ങൾ എന്താ ട്രാവൽ ചെയ്യേണ്ടത് 1100 meter. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ദിസ് ഈസ് ഈക്വൽ ടു 1100 meter or this is equal to 1.1 kilometer പറയാം, 1.1 kilometer. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി ദിസ് ഈസ് ഈക്വൽ ടു 54
കിലോമീറ്റർ അവർ റേസ് മൈനസ് 1 പറയാം. ആൻഡ് ഫൈനൽ വെലോസിറ്റി v ഈക്വൽ ടു c 45 കിലോമീറ്റർ അവർ റേസ് മൈനസ് 1 പറയാം. ഓക്കെ, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്നുള്ളത്. നോക്കൂ, നമ്മൾക്ക് ആക്സിലറേഷൻ തരാത്തത് കൊണ്ട് നമുക്കവിടെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചാൽ v ഈക്വൽ ടു u പ്ലസ് at എന്നുള്ള ഇക്വേഷനിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ആദ്യം. ഇനീഷ്യൽ വെലോസിറ്റി u ഈക്വൽ ടു 54 × 5/18 മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുകയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ 15 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ഈ 18ഉം 54ഉം 3 × 5 എത്ര? 15. ഓക്കെ, ഇനി ഫൈനൽ വെലോസിറ്റി പറഞ്ഞാൽ 45 × 5/18 അത് എത്രയാ? 12.5. വേണമെങ്കിൽ നമുക്കതിനെ 25/2 എന്ന് പറയാം. ദിസ് ഈസ് ഈക്വൽ ടു 25/2 പറയാം. ഓക്കെ, ഫൈനൽ വെലോസിറ്റി മീറ്റർ സെക്കൻഡ് റേസ് മൈനസ് 1. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1100 മീറ്റർ. v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2ac എന്ന് a നമുക്ക് എന്താ കിട്ടുക? v സ്ക്വയർ മൈനസ് u സ്ക്വയർ ബൈ 2s. 2s ആണ് ഇത് കേട്ടോ, 2s. ഇറ്റ് ഈസ് നോട്ട് 25. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈനൽ വെലോസിറ്റി 12.5 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ. ഓക്കെ, ഡിവൈഡ് ബൈ 2 × 1100. ഓക്കെ, അപ്പോൾ ആ 12.5നെ നമ്മൾ 25/2 എന്ന് എഴുതുകയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എത്ര വരും? 25ൻ്റെ സ്ക്വയർ 625, 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. 625/4 മൈനസ് 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225 വരും. നിങ്ങൾ വളരെ ക്ഷമയോടെ നിങ്ങളിത് മുഴുവൻ കേൾക്കണം. നോക്കൂ, നമുക്ക് ഇവിടെ എന്താണെന്നറിയാം, ഇവിടെ LCM എടുത്ത് ചെയ്യുകയാണെങ്കിൽ 4 × 225 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 225നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഡബിൾ ചെയ്യുക. ഒരു തവണ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 450, പിന്നെയും ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 900. അപ്പോൾ 900 മൈനസ് 625. അപ്പോൾ 900ൽ നിന്ന് 600 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 300. പിന്നെ അവിടുന്ന് 25 കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 275. അപ്പോൾ അതേ ഇങ്ങനെ വരും 275/4. അതായത് മൈനസ് ആണ്. ആ മൈനസ് ഇതേ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി ഇപ്പോഴെന്താണോ അടിയിൽ കിടക്കുന്നത് എത്രയാ? 2 × 1100. ഈ 275ൻ്റെ ഡബിൾ എത്രയാ? 550. അതിൻ്റെ ഡബിൾ എത്രയാ? 1100. അപ്പോൾ ഈ 275ഉം 1100 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1/4 പിന്നെ അഗെയിൻ ഒരു 4 പിന്നെ ഒരു 2. അപ്പോൾ എത്രയാ? 1/32 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് 1/32, അത് നെഗറ്റീവാണ്. ഓക്കെ, സോ ആക്സിലറേഷൻ a ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ 32 വരും. റൈറ്റ്, ഇനി ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ നിന്ന് നമുക്ക് v മൈനസ് u ഡിവൈഡ് ബൈ a. v പറഞ്ഞാൽ 25/2 മൈനസ് 15 ഡിവൈഡ് ബൈ -1/32. ഓക്കെ, മേലെ എത്രയാണ് വരിക? മേലെ 25/2 മൈനസ് 15 പറഞ്ഞു കഴിഞ്ഞാൽ 25 മൈനസ് 30 എന്ന് പറഞ്ഞാൽ -5. ഓക്കെ, ഡിവൈഡ് ബൈ 2 വരും. ഓക്കെ, -5/2. മേലെയും മൈനസ് താഴെയും മൈനസ്, അപ്പോൾ ആ മൈനസ് കട്ടാവും. അപ്പോൾ 5/2 × 32. ഈ 32/2 ചെയ്ത് കഴിഞ്ഞാൽ 16 × 5 എന്ന് പറഞ്ഞാൽ 80 സെക്കൻഡ്സ് കിട്ടും. ഓക്കെ, ദിസ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ദിസ്. അപ്പോൾ നിങ്ങളിൽ പലരും ചെയ്തിരിക്കുന്നത് ഇതായിരിക്കാം. ഇവിടെ എന്താണെന്നറിയോ, ഇത് സ്ക്വയർ ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോഴൊക്കെ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കൂ, അടുത്തത് നോക്കാം. ഇതെന്താ? ഇതിപ്പോൾ ഞാൻ കൺവേർട്ട് ചെയ്തിട്ടില്ല, അതായത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? 45 സ്ക്വയർ മൈനസ് 54 സ്ക്വയർ വരും. ഓക്കെ, ഇതിന് ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്തു. എന്താ? a സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ a പ്ലസ് ബി × a മൈനസ് ബി. a പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലേ? a പ്ലസ് ബി × a മൈനസ് ബി. അപ്പോൾ a പ്ലസ് ബി 99 വരും, a മൈനസ് ബി പറഞ്ഞാൽ -9 വരും. ഓക്കെ, ഇത് കിലോമീറ്റർ പെർ അവറിലായത് കാരണം ഡിസ്റ്റൻസ് നമ്മൾ കിലോമീറ്ററിൽ കൊടുക്കുക. അപ്പോൾ ടൈം നമുക്ക് അവറിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ചെയ്തപ്പോൾ കിലോമീറ്റർ 1.1 ആണ്. അപ്പോൾ ഈ 1.1ഉം 99 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലെ 90 വരും. ഓക്കെ, 90 × -9/2 ഓർ -9 × 90/2. ഇനി ടൈം t ഈക്വൽ ടു v മൈനസ് u ഡിവൈഡ് ബൈ a ആണ്. v എത്രയാ? 45 മൈനസ് 54 ഡിവൈഡ് ബൈ ആക്സിലറേഷൻ. എന്താ ആക്സിലറേഷൻ? നമുക്ക് -9 × 90/2. ഇവിടെ 45 മൈനസ് 54 എത്രയാണ്? -9. ഓക്കെ, അപ്പോൾ ഈ -9ഉം -9ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/90, അതായത് 1/45 അവർ വരും. 1/45 അവർ. ഓക്കെ, അതിന് നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അഗെയിൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 60 × 60 അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാ? 80 സെക്കൻഡ്സ് കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, വെൻ എവർ ദ ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്
എന്താ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u പ്ലസ് v ബൈ 2 ആണ്. വെനെവർ ദ ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്, ആവറേജ് വെലോസിറ്റി ഈസ് u പ്ലസ് v ബൈ 2. ഓക്കെ, അപ്പൊ നമുക്ക് മാത്രമല്ല ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആണ്, എപ്പോഴും കറക്റ്റാ. അപ്പൊ നമുക്കെന്ത് പറയാം, ടൈം t ഈക്വൽ ടു ഓക്കെ ഡിസ്പ്ലേസ്മെന്റ് 1.1 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്താ, u പ്ലസ് v ഡിവൈഡ് ബൈ 2. u എത്രയാ 54, v എത്രയാ 45, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 99. ഓക്കെ, 99 ഡിവൈഡഡ് ബൈ 2 പറഞ്ഞാൽ അത് മേലെ പോവും. ഓക്കെ, ഇത്രയും അവേഴ്സ് എന്ന് വരും. ഓക്കെ, ഇത്രയും അവേഴ്സ്. ഓക്കെ, ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റ്സ് കിട്ടും, ഇൻറ്റു 60 ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ്സിൽ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ, ഇവിടെ സി ഇതാ ഈ 6 ഉണ്ട്, ഈ 6 ഉണ്ട്, അപ്പോൾ എത്ര വരും, ദാറ്റ് വിൽ ബി 36. 36ഉം ഇതിന് നിങ്ങൾക്ക് 9 ഇൻറ്റു 11 എഴുതാം. അടിയിലുള്ള 99 9 ഇൻറ്റു 11, മേലുള്ള 36ഉം 9 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 വരും. പിന്നെ ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്, അപ്പോൾ 400 ഇരിക്കട്ടെ. അടിയിലുള്ള എത്രയാ, അടിയിൽ ഉള്ളത് 11 ആണ്, 9 നമ്മൾ ഉപയോഗിച്ചു. ആ 11ഉം ഈ 1.1 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, താഴെ 10 വരും. ഓക്കെ, ഇനി ഈ 10ഉം ഒരു 0 കൂടെ കട്ട് ചെയ്തേക്കുക. 40 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ, 80 സെക്കൻഡ്സ് എന്ന് വരും. 80 സെക്കൻഡ്സ്. ഓക്കെ, സിംപ്ലസ്റ്റ് കാൽക്കുലേഷൻ, തെറ്റാനുള്ള ഒരു സാധ്യതയുമില്ല. ഓക്കെ, ഇനി എന്താണെന്നോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു കൺവെൻഷനുണ്ട്. അതായത് ഒരു ബോഡി മേലോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവാണ്, താഴോട്ട് വരുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോസിറ്റീവാണ്. അങ്ങനെ വരുമ്പോഴെന്താണോ, ഒരു ബോഡി മേലെ പോയിട്ട് താഴെ വരികയാണെങ്കിൽ അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നിങ്ങൾ എന്തെടുക്കും? അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ അപ്വേർഡ് മോഷനും ഡൗൺവേർഡ് മോഷനും നിങ്ങൾ വേറെ വേറെ കൺസിഡർ ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താ, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കൂ, സപ്പോസ് എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്പ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്. ആഫ്റ്റർ വാട്ട് ടൈം ഇറ്റ് റിട്ടേൺസ് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വെലോസിറ്റിയിൽ ഒരു ബോഡി മേലോട്ട് എറിഞ്ഞു. ഓക്കെ, എത്ര സമയം കഴിഞ്ഞത് താഴെ എത്തുന്നതാണ്. ഈ മേലോട്ട് പോകുമ്പോഴെന്താണെന്നറിയോ, എർത്ത് പിടിച്ച് താഴോട്ട് വലിക്കും, അതായത് ബോഡിയുടെ മോഷനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ വെലോസിറ്റി കുറയും. എങ്ങനെ കുറയുക? ഓരോ സെക്കൻഡിലും എല്ലാ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കുറയും. ഓക്കെ, അപ്പോൾ ഇവിടെ 30ൽ സ്റ്റാർട്ട് ചെയ്തു. സി ആഫ്റ്റർ 1 സെക്കൻഡ് ഇറ്റ്സ് വെലോസിറ്റി വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ് ബൈ 10, അപ്പോൾ 20 ആവും. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും 10 കുറഞ്ഞ് 10 ആവും. ഇനി ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 0 ആവും. ഹയസ്റ്റ് പോയിന്റിലെത്തി, പിന്നെ മേലോട്ട് പോകാൻ പറ്റില്ല. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, അത് നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. നോക്കിക്കേ, ഇവിടെ ഇനീഷ്യൽ 30, ഇവിടെ എത്രയാ, ഫൈനൽ 20. ആവറേജ് എത്രയാ, 30 + 20/2 എത്രയാ, 25. 30 + 20 50/2 പറഞ്ഞാൽ 25. ഇവിടുന്ന് ഇങ്ങോട്ട് വരാനെടുത്ത സമയത്ത് 1 സെക്കൻഡ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ, 25 × 1, അതായത് 25 മീറ്റർ ആണിത്. ഓക്കെ, ഇവിടെ അടുത്ത് എത്ര, ഇവിടെ 20 ആണ്, ഇവിടെ 10 ആണ്. ആവറേജ് എത്രയാ? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആകുമ്പോൾ മാത്രം ആവറേജ് എന്ന് പറഞ്ഞാൽ u + v/2, അതായത് 20 + 10/2 പറഞ്ഞാൽ 15. ടൈം എത്രയാ, 1 സെക്കൻഡ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 15 മീറ്റർ. നോക്കൂ, ഇവിടെ 10 ആണ്, ഇവിടെ 0 ആണ്. ആവറേജ് എത്രയാ? ബിക്കോസ് ദ ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്, ആവറേജ് 10 + 0/2 പറഞ്ഞാൽ 5. ടൈം എത്രയാ, 1 സെക്കൻഡ്. തിരിച്ചു വരുമ്പോഴും എന്താ, മേലോട്ട് പോകുമ്പോൾ ഓരോ സെക്കൻഡിലും എല്ലാ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കുറയും. When it comes down, velocity will increase at the same rate. അപ്പോൾ നോക്കൂ, ഇവിടെ എത്തുമ്പോൾ 10 ആയി. ഓക്കെ, 5 മീറ്റർ. ഇവിടെ എത്തുമ്പോൾ എത്രയാ, 20 ആയി, 15 മീറ്റർ. ഇവിടെ എത്തുമ്പോൾ എത്രയാ, 30 ആയി, 25 മീറ്റർ. അപ്പോൾ എത്ര സമയം എടുക്കും താഴെ എത്താൻ? താഴെ എത്താൻ എടുക്കുന്ന സമയം പറഞ്ഞു കഴിഞ്ഞാൽ മേലോട്ട് 3 സെക്കൻഡ്, താഴോട്ട് 3 സെക്കൻഡ്. ഓക്കെ, ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു റിട്ടേൺസ് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് വിൽ ബി 6 സെക്കൻഡ്സ്. ഓക്കെ, ഇനി ഇപ്പോഴെന്താണെന്നറിയോ, ഇത് മേലെ പോയിട്ട് താഴെ എത്തിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ സി ഇറസ്പെക്റ്റീവ് ഓഫ് ദി പാത്ത് ഫോളോഡ്, ഷോർട്ടസ്റ്റ് പോസിബിൾ പാത്ത് ഫ്രം ദ ഇനീഷ്യൽ ടു ദ ഫൈനൽ. എവിടെന്നാ തുടങ്ങി, ഇവിടുന്ന് എവിടെ എത്തിയത് അവിടെ തന്നെ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0. ഓക്കെ, അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഞാനിവിടെ 0 എഴുതി. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ, 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
അതെങ്ങോട്ടാ? അത് മേലോട്ടാണ്. അപ്പോൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയത് കാരണം നമ്മളൊന്നും നോക്കാനില്ല, പ്ലസ് മൈനസ് ഒന്നും പറയാനില്ലല്ലോ. പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി 30 എന്ന് പറയുന്നത് മേലോട്ടാണ്. ഓക്കെ, ആ മേലോട്ടുള്ള ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ യു പോസിറ്റീവ് എടുത്തു വിചാരിച്ചോളൂ. ഓക്കെ, യു പോസിറ്റീവ് എടുത്തു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ബോഡി മേലോട്ട് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കാം. ബോഡി താഴോട്ട് വരുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടാണ്. ബിക്കോസ് അതിൻ്റെ പേര് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാ, മീൻസ് ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് ദി എർത്ത്. അതെപ്പോഴും താഴോട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ മേലോട്ടുള്ള ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ പോസിറ്റീവ് എടുക്കുമ്പോൾ താഴോട്ടുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കെന്താ യു ടി മൈനസ് ജി ബൈ 2t സ്ക്വയർ പറയാം. ഓക്കെ, യു ടി മൈനസ് ജി ബൈ 2t സ്ക്വയർ. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്താ വരിക? അവിടുന്ന് നമുക്ക് ജി ബൈ 2t സ്ക്വയർ ദിസ് ഈസ് ഈക്വൽ ടു യു ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ടിയും ലെഫ്റ്റ് സൈഡിൽ ഒരു ടിയും കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്താ വരിക? ടി, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആവാൻ എടുക്കുന്ന സമയം, അതായത് പോയി തിരിച്ചു വരാൻ എടുക്കുന്ന സമയം ടി ഈക്വൽ എന്താ? 2u/g വരും. ഓക്കെ, 2u/g, അതായത് 2 × 30 ഡിവൈഡ് ബൈ ജി എത്രയാണ്? 10 ആണ്. 2 × 30 60/10 എന്ന് പറഞ്ഞാൽ 6 സെക്കൻഡ്സ്. അപ്പോൾ ആ 6 സെക്കൻഡ്സ് ആണ് തിരിച്ചു വരാൻ എടുക്കുന്നത്. ഓക്കെ, അതായത് മേലോട്ട് പോയി താഴോട്ട് വരാനുള്ള മോഷൻ ഒറ്റ ഇക്വേഷനെ ഞാൻ എഴുതിയുള്ളൂ. സി ഇൻ ദാറ്റ് ഇക്വേഷൻ the upward directed initial velocity I have taken positive, then downward directed acceleration due to gravity should be taken as negative. ഒരു ഇക്വേഷനിൽ 2 ഡിറക്ഷനിൽ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ any direction can be taken as positive. Only thing is that opposite should be negative. Okay, ഇവിടെ നോക്കൂ. ഇനിയിപ്പോൾ എന്താണോ, see a body is thrown vertically up with an initial velocity 10 meter per second from the top of a tower of height 40 meter. After what time it reaches the grounds? Okay, അപ്പോൾ നോക്കൂ, ഇനീഷ്യൽ വെലോസിറ്റി 10 meter per second, അതെങ്ങോട്ടാ? മേലോട്ടാ. ഓക്കെ, ഇവിടെ മേലോട്ട് പോകുമ്പോഴെന്താ? മേലോട്ട് പോയിട്ട് അൾട്ടിമേറ്റ്ലി ഇത് താഴെത്തി 40 മീറ്റർ ഹൈറ്റ് ഉള്ള ടവറിൻ്റെ മേലെ നിന്ന് താഴെ എത്തിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? ഏത് വഴി പോയി നോക്കണ്ട, എവിടെ നിന്നാ തുടങ്ങി? ഇവിടുന്ന്. അൾട്ടിമേറ്റ്ലി എവിടെ എത്തി? ഇവിടെ എത്തി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താ? ഫ്രം ദ ഇനീഷ്യൽ ടു ദ ഫൈനൽ, ഇറസ്പെക്റ്റീവ് ഓഫ് ദി പാത്ത് ഫോളോഡ്. അപ്പോൾ താഴോട്ടാ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ ഈ താഴോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് നോക്കൂ, എസ് ഈക്വൽ ടു 40 മീറ്റർ താഴേക്ക്, ഇനീഷ്യൽ വെലോസിറ്റി മേലോട്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ത്രൂ ഔട്ട് ദ മോഷൻ താഴോട്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ടൈമാണ്. We are going to apply S equal to ut plus half a t square. മേലോട്ടുള്ള ക്വാണ്ടിറ്റീസും ഉണ്ട്, താഴോട്ടുള്ള ക്വാണ്ടിറ്റീസും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോസിറ്റീവ് എടുക്കാം, മേലോട്ടും എടുക്കാം, താഴോട്ടും എടുക്കാം. Opposite direction should be negative. Okay, so here I have taken the S displacement 40 എന്നുള്ളത് പോസിറ്റീവായി എടുത്ത്, അതായത് താഴോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തു. അപ്പം മേലോട്ടുള്ള ഇനീഷ്യൽ വെലോസിറ്റി നെഗറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, താഴോട്ടുള്ള ആക്സിലറേഷൻ ജി എന്താ? പോസിറ്റീവായിട്ട് എടുക്കണം, ബിക്കോസ് താഴേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവാ. അപ്പോൾ ഇവിടെ എ 10 ആണ്, 10/2 പറഞ്ഞാൽ 5 ആണ്. ഓക്കെ, യു പറഞ്ഞാൽ 10 ആണ്, റൈറ്റ്? ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 40. ത്രൂ ഔട്ട് നിങ്ങൾക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 40/5 പറഞ്ഞാൽ 8. ഇവിടെ -2t, ഇവിടെ t സ്ക്വയർ. ഓക്കെ, ഇതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ t സ്ക്വയർ -2t -8. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. 2 ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ -8 കിട്ടണം, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് കിട്ടണമെങ്കിൽ 1 + 1 -1 ആണോ? എന്നാലല്ലേ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് കിട്ടൂ. ആഡ് ചെയ്താൽ -2 കിട്ടണം. ഓക്കെ, 8ന്റെ ഫാക്ടേഴ്സ് എന്താ? 4ഉം 2 ആണ്. അതിൽ ഒന്ന് എന്താ? പ്ലസ് ആവണം, ഒന്ന് മൈനസ് ആവണം. പക്ഷെ ആഡ് ചെയ്ത -2 കിട്ടണമെങ്കിൽ 4 മൈനസ് ആവണം, അല്ലേ? വലുത് മൈനസ് ആയാലേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് കിട്ടുകയുള്ളൂ. അപ്പോൾ നോക്കൂ, t -4 ആൻഡ് t + 2. അവിടെ നമുക്ക് എന്താ കിട്ടിയത്? t = -2 അല്ലെങ്കിൽ 4. ഇനി എന്താ നമ്മൾ സാധാരണ പറയുന്നതാണോ? ടൈം കനോട്ട് ബി നെഗറ്റീവ്. അത് കാരണം ഇത് നമ്മൾ ഒഴിവാക്കി. ദിസ് വി വിൽ നെഗ്ലക്ട് or will discard because time cannot be negative. ഓക്കെ, പിന്നെന്താ? നമ്മൾ t = 4 seconds എടുക്കും, ശരിയാ? ആഫ്റ്റർ 4 seconds reaches the ground. പക്ഷെ ഇവിടെ എന്താണെന്നറിയോ? it will be at the foot of the tower or at the ground at 2 instants of time, t = -2 and t = 4. ഇവിടെ നിങ്ങൾ എന്താണോ? actually time can be negative,
ബട്ട് ടൈം ഇൻ്റർവൽ കനോട്ട് ബി നെഗറ്റീവ്. അതായത് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ടൈം മെഷർ ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റൻറ്റും നിങ്ങൾക്ക് 0 ആയിട്ട് ചൂസ് ചെയ്യാം. ഇപ്പം ഈ സമയം t=0 വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ തുടങ്ങിയത് ഒരു നെഗറ്റീവ് ടൈമിലാണ്. ഇപ്പം t=0 ആണെങ്കിൽ എനി ഏർലിയർ മൊമെൻറ്റ് മസ്റ്റ് ബി റെപ്രസെൻറ്റഡ് ബൈ എ നെഗറ്റീവ് ടൈം ആൻഡ് എനി ലേറ്റർ മൊമെൻറ്റ് മസ്റ്റ് ബി റെപ്രസെൻറ്റഡ് ബൈ എ പോസിറ്റീവ് ടൈം. സോ നിങ്ങളിത് കാണാൻ തുടങ്ങിയത് ഒരു നെഗറ്റീവ് ടൈമിലാണ്, ഇത് നിങ്ങൾ കാണൽ അവസാനിപ്പിക്കുക ഒരു പോസിറ്റീവ് ടൈമിലാണ്. ഓക്കെ, അപ്പം ഇവിടെ നോക്കൂ, ഇവിടെ എന്താ സിറ്റുവേഷൻ എന്നറിയോ? ഇവിടെ നോക്കിക്കേ ഇതാ, പ്ലീസ് ലിസൺ. ഇവിടെ നോക്കൂ, ഇത് 40 മീറ്ററാണ്. അവിടുന്ന് ദേ ഇങ്ങനെ വന്നു. അപ്പം ഇവിടെ ദേ t=0 ഞാൻ ഇവിടെ ചൂസ് ചെയ്തു, t=0. ഓക്കെ, അപ്പം ഇവിടെ t=1 ആണ്, ഇവിടെ t=2 ആണ്, ഇവിടെ t=3 ആണ്, ഇവിടെ t=4 ആണ്. ഇത് ആക്ച്വലി എന്താണോ, ഇത് ആക്ച്വലി ഇതേ ഈ മോഷൻ ഉണ്ടല്ലോ, ആ മോഷൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതായത് ഇവിടം മുതലുള്ളത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്, ഇവിടെ. ഓക്കെ, ഇത് t=0. അപ്പം ഇത് t=1, t=2, t=3, t=4. ഓക്കെ, ഇനിയിപ്പോൾ ഇത് t=0 ആണെങ്കിൽ അതിന് മുമ്പേ ഉള്ളത് ഇത് t=-1, ഇത് t=-2, t=-2 അവിടെ. അപ്പം ആ സമയത്ത് അത് ഗ്രൗണ്ടിലായിരുന്നു. ഓക്കെ, പിന്നെ t=+4ലും ഗ്രൗണ്ടിലാണ്. ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് നെഗറ്റീവ് ടൈം. ആ നെഗറ്റീവ് ടൈമിൻ്റെ സിഗ്നിഫിക്കൻസ് അതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും വളരെ സിമ്പിളായിട്ട്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തെറ്റുകൂടാണ്ട് ആൻസറിലെത്താൻ പറ്റും. താങ്ക് യു.